ഇൻഫന്റൈൽ സെറിബ്രൽ പാൾസി. ഭൂമിയിലേക്കുള്ള ആദ്യ യാത്രയിൽ തന്നെ വഴിമുടക്കിയായി രോഗമെത്തിയെങ്കിലും മനക്കരുത്തുകൊണ്ട് നേരിട്ടു. അപ്പോഴും ലോകം കാണണമെന്ന ആഗ്രഹം ബാക്കി. യാത്രയെന്ന മനം മടുപ്പിക്കാത്ത മരുന്ന് ഉറക്കം കെടുത്തി തുടങ്ങിയിട്ട് നാളുകളായെങ്കിലും വീൽ ചെയറിൽ അല്ലാതെ ചലിക്കാൻ പോലുമാകാത്ത ഈ 34കാരന് അതൊരു സ്വപ്നമായി തന്നെ തുടരുകയായിരുന്നു. തനിക്കൊപ്പം യാത്ര ചെയ്യാൻ മനസ്സുള്ള ഒരാളെ തേടിയുള്ള മാക്സിയുടെ അന്വേഷണം മ്യൂണിച്ചിൽ നിന്ന് മണിക്കൂറുകൾ അകലെയുള്ള ബെർലിനിലാണ് അവസാനിച്ചത്. ജീവിതമൊരുക്കിയ പ്രതിസന്ധികൾക്കിടയിലും യാത്രകൾ സ്വപ്നം കാണുന്ന മാക്സിയെ വീൽ ചെയറിൽ ഇരുത്തി ലോകം കാണിക്കുകയാണ് കൂട്ടുകാരൻ. വീടിന്റെ ഗേറ്റിനുള്ളിൽ തീരുമായിരുന്ന മാക്സിയുടെ ജീവിതം ഇന്ന് ലോകത്തോളം വളർന്നത് സുഹൃത്ത് യോഹന്നാസ് ആ ചക്രക്കസേരയുടെ സാരഥിയായതോടെയാണ്. മ്യൂണിച്ചിൽ നിന്ന് 4600 മൈലുകൾക്കപ്പുറം ആലപ്പുഴയിൽ ഇരിക്കുമ്പോൾ മാക്സിക്ക് ലോകത്തിന്റെ കാഴ്ചകൾ എന്നാൽ സുഹൃത്ത് യോഹന്നാസ് ആണ്. യോഹന്നാസിന് എവിടെ വരെ പോകാനാകും അവിടെ വരെ നീളുന്നതാണിന്ന് മാക്സിയുടെ ദൂരങ്ങൾ. ജർമ്മനിയിലെ മ്യൂണിച്ച് സ്വദേശി മാക്സിയുടെ സഞ്ചാര സ്വപ്നങ്ങൾ മാക്സിമം സഫലമാക്കുകയാണ് സുഹൃത്ത് ബെർലിൻ സ്വദേശി യോഹന്നാസ്. അപൂർവ സൗഹൃദത്തിന്റെ ആ ലോക സഞ്ചാരം കേരളത്തിന്റെ മനോഹാരിതകളിലേക്കും എത്തി. സർക്കാർ ജീവനക്കാരനായ മാക്സിയും പാചക വിദഗ്ധനായ യോഹന്നാസും സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെടുന്നത്. അതിനു പിന്നാലെയായിരുന്നു ജർമ്മനിയിൽ നിന്ന് യോഹന്നാസിന്റെ പഴയ ഫോക്സ് വാഗൻ കാഡി വാനിൽ സ്വിറ്റ്സർലൻഡും ഫ്രാൻസും കടന്ന് സ്പെയിനിലേക്കുള്ള യാത്ര. യാത്രക്കിടയിലുണ്ടായ തടസ്സങ്ങളും അതിജീവനവുമെല്ലാം മാക്സിക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു. വാനിന്റെ പുറകിൽ തയ്യാറാക്കിയ ലിവിംഗ് സ്പേസിൽ രാത്രികളിൽ മാക്സി ഉറങ്ങുമ്പോൾ പുറത്ത് താൽക്കാലിക ടെന്റിലായിരുന്നു ആ 2 ആഴ്ചക്കാലം യോഹന്നാസ് ഉറങ്ങിയത്. ആദ്യ യാത്ര വിജയമായതോടെ വീൽ ചെയറുമായി അവർ ഭൂഖണ്ഡ അതിർത്തികൾ താണ്ടി. സ്വയം ചലിക്കാനാവാത്ത തനിക്കായി കാലും കൈയുമാവുകയാണ് സുഹൃത്തെന്നും അയാളില്ലെങ്കിൽ മറ്റെല്ലാവരെയും പോലെ താനും വീട്ടിൽ ഒതുങ്ങുമായിരുന്നുവെന്ന് മാക്സി പറയുന്നു. മാക്സിയുമൊത്തുള്ള യാത്രയെന്ന് കേട്ടവരെല്ലാം ഭ്രാന്തൻ പരിപാടി എന്നാണ് പറഞ്ഞത്. എന്നാൽ സുഹൃത്തിന്റെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഓട്ടോയിലും ബസ്സിലും സഞ്ചരിക്കാനാകില്ലെന്നാണ് കരുതിയത്. മനോഹരമായ മനുഷ്യർ ചേർന്ന് അത് സാധ്യമാക്കിയെന്ന് നിറഞ്ഞ പുഞ്ചിരിയോടെ യോഹന്നാസ് പറയുന്നു. മ്യൂണിച്ചിലെ മലയാളി വിദ്യാർത്ഥികളാണ് കേരളത്തെക്കുറിച്ച് പറഞ്ഞത്. ജനുവരി 11 കേരളത്തിലെത്തിയ ഇരുവരും കോഴിക്കോടും വയനാടും കൊച്ചിയും സന്ദർശിച്ചു. അടുത്ത ദിവസം മൂന്നാറിലേക്ക് തിരിക്കും. അത് കഴിഞ്ഞ് സൗത്ത് അമേരിക്ക. അടുത്ത യാത്രയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇരുവർക്കും വ്യക്തതയുണ്ട്. ഒരുമിച്ചുള്ള യാത്രയിൽ വീണു പോകുന്നവരെ പിടിച്ചുയർത്താൻ പോലും മനുഷ്യർ തയ്യാറാകാത്ത കാലത്ത് പ്രിയ സുഹൃത്തുമായി ദൂരങ്ങൾ താണ്ടുകയാണ് യോഹന്നാസ്. പിന്നിടുന്ന രാജ്യങ്ങൾ പോലെ അവരുടെ സൗഹൃദവും ദൂരങ്ങൾ താണ്ടട്ടെ.